Question. A move of a coin is defined as crossing any number of points in a straight line of the 4x4 grid, horizontally, vertically, or diagonally. What is the least number of moves in which a coin, starting from the indicated position, can cover all the 9 points within the marked square? എന്താ പറഞ്ഞേക്കുന്നത്? ലീസ്റ്റ് നമ്പർ ഓഫ് മൂവ്സ് ഇൻ വിച്ച് എ കോയിൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ഇൻഡിക്കേറ്റഡ് പൊസിഷൻ. ഇൻഡിക്കേറ്റഡ് പൊസിഷൻ ഇതാണ്. ഇവിടുന്ന് മൂവ് ചെയ്ത് ഈ എല്ലാ പോയിന്റ്സിനെയും ടച്ച് ചെയ്യാൻ എത്ര മിനിമം നമ്പർ ഓഫ് മൂവ്സ് വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ 9 പോയിന്റ്സിൽ ടച്ച് ചെയ്യണം. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഔട്ട്സൈഡ് പോവാമോ ഇല്ലയോ എന്ന്. അതായത് ഇതിൻ്റെ ഔട്ട്സൈഡൊക്കെ പോവാം. 4x4 ഗ്രിഡാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിനെ എങ്ങനെയൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ടച്ച് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ പോയി 1 2 3 4 5 അല്ലേ. മിനിമം എത്ര വേണം? 5 വേണം. പക്ഷെ നമുക്ക് ഔട്ട്സൈഡ് പോവാലോ. ഔട്ട്സൈഡ് പോയി നോക്കിയാലോ. 1 ഇവിടുന്ന് ഇങ്ങനെ പോയി 2 3 4 അല്ലേ. ആദ്യം താഴേക്ക് വന്നു, പിന്നെ ഇത് ടച്ച് ചെയ്തു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. 9 പോയിന്റ്സിനെയും ടച്ച് ചെയ്യുന്നുണ്ട്. മിനിമം നമ്പർ ഓഫ് മൂവ്സ് 4 ആണ് വന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? വേറെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഏറ്റവും ഇവിടെ ഓപ്ഷനിലുള്ളതിൽ ഏറ്റവും ചെറുത് 4 ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും മിനിമം നമ്പർ ഓഫ് മൂവ്സ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ. In a certain cipher language, bike is coded as YFHB and car is coded as ZXO. Then scooter can be coded as. ഇങ്ങനെ വരുമ്പം ബൈക്കിന് തൊട്ട് താഴെ തന്നെ YFHB എഴുതുക, കാറിന് തൊട്ട് താഴെ ZXO എഴുതുക. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ബൈക്കിന് തൊട്ട് താഴെ YFHB എഴുതി, കാറിന് തൊട്ട് താഴെ ZXO എഴുതി. ബിയും വൈയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ആയിരിക്കും സിയും ഇസഡും തമ്മിൽ. അതെന്താണെന്ന് കണ്ടുപിടിക്കുക. ഐയും എഫും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. കെയും എച്ചും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഇയും ബിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്തായിരിക്കും? എ ബി സിയും ഡിയും കഴിഞ്ഞാണ് ഇ. ബി സി ഡി ഇ. എച്ച് ഐ ജെ കെ. എഫ് ജി എച്ച് ഐ. വൈ ഇസഡ് എ ബി. അതായത് രണ്ടെണ്ണം കഴിഞ്ഞിട്ട് വരുന്ന ലെറ്ററാണ് എഴുതിയേക്കുന്നത് അല്ലേ. ബി കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കഴിഞ്ഞ് വരുന്നതാണ് ഇ. അതായത് -2 പുറകോട്ട് പോയി കഴിയുമ്പോൾ ഉള്ള ലെറ്റേഴ്സാണ് കോഡ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇസഡ് കഴിഞ്ഞ് എ ബി കഴിഞ്ഞ് സി, എക്സ് കഴിഞ്ഞ് വൈയും ഇസഡും കഴിഞ്ഞ് എം എൻ ഒ, പിയും ക്യൂവും കഴിഞ്ഞ് ആർ, ഒ കഴിഞ്ഞ് ക്യൂ, പിയും ക്യൂവും കഴിഞ്ഞാണ് ആർ. അപ്പോൾ സ്കൂട്ടറിനെ എങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കും? സ്കൂട്ടറിൻ്റെ ആദ്യത്തെ എസിന് തൊട്ട് പുറകിലേക്ക് രണ്ടെണ്ണം വരിക. ക്യു ആർ എസ് അല്ലേ. അപ്പം അപ്പുറത്ത് വരുന്നത് എന്തായിരിക്കും? പി. പി ക്യു ആർ എസ്. പി ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബിയും സിയും മാത്രം നോക്കിയാൽ പോരെ. പി ആണ് ആദ്യത്തെ. പിന്നെ സിക്ക് വന്നു കഴിഞ്ഞാൽ താഴെ ഏതായിരിക്കും? രണ്ടെണ്ണം ബാക്കിലേക്ക് പോവാം. ബിയും എയും പോയി, പിന്നെ ഇസഡ് ആയിരിക്കും. അതായത് ബാക്കി ഫുള്ള് കണ്ടുപിടിച്ച് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് ഓപ്ഷൻ സിയിലുണ്ട്. അപ്പം അത്രയും വെച്ച് നിർത്താം. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ. Karan's house is 20 meters to the east of Rahul's house. Mehul's house is 25 meters to the northeast of Rahul's house. With respect to Mehul's house, in which direction Karan's house? Question എന്താണ്? ഇൻ വിച്ച് ഡയറക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഈ 25 മീറ്റർ 20 മീറ്റർ ഇതൊന്നും അപ്പം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അല്ലേ.
നമുക്ക് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഗ്രാഫ് അറിയാലോ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. Karan's house is 20 meter to the east of Rahul's house. രാഹുൽസ് ഹൗസിന്റെ 20 മീറ്റർ ഈസ്റ്റ് ആണ് കരൺ ഹൗസ്. അപ്പൊ രാഹുൽ ഇവിടെ എഴുതി കഴിഞ്ഞാൽ കെ റൈറ്റ് സൈഡിൽ വരും അല്ലേ. Mehul's house is 25 meter to the northeast of Rahul's house. രാഹുലിന്റെ വീടിന്റെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയാണ്, ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇവിടെ ആയിരിക്കും നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റിൽ എന്ത് വരും, മെഹുൽസ് ഹൗസ് വരും. വിത്ത് റെസ്പെക്ട് ടു മെഹുൽസ് ഹൗസിനെ റെസ്പെക്ട് ചെയ്ത്, അതായത് ഇവിടുന്ന് നമ്മൾ ഈ ഡയഗ്രാം വരച്ച് നോക്കണം. നോർത്ത്, ഇവിടെ നോർത്ത് വരും, ഇവിടെ സൗത്ത് വരും, ഇവിടെ ഈസ്റ്റ് വരും, ഇവിടെ വെസ്റ്റ് വരും. മെഹുലിനെ വിത്ത് റെസ്പെക്ട് ടു മെഹുൽസ് ഇൻ വിച്ച് ഡയറക്ഷൻ കരൺസ് ഹൗസ്. മെഹുലിന്റെ താഴെയാണ് കരൺസ് ഹൗസ്, അതായത് സൗത്തിലായിരിക്കും അല്ലേ. ഓപ്ഷൻ ബി. ഇനി എത്ര മീറ്ററും കൂടെ ആണെന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെയായിരിക്കും? കരൺസ് ഹൗസ് ഈസ് 20 മീറ്റർ ടു ദ ഈസ്റ്റ് ഓഫ് രാഹുൽ. ഇതെന്ന് പറയുന്നത് 20 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. രാഹുലും മെഹുലും തമ്മിലുള്ള 25 ആണ്. ഇത് 25 ആണെന്നറിയാം, ഇത് 20 ആണെന്നറിയാം. പൈതഗോറസ് തിയറം വെച്ചിട്ട് വേണമെങ്കിൽ ഈ മീറ്റർ കണ്ടുപിടിക്കാം, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഡയറക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓപ്ഷൻ ബി, സൗത്ത്. Next one. Of 3 children, Uma plays all 3 of cricket, football and hockey. Iqbal plays cricket but not football. And Tarun plays hockey but neither football nor cricket. The number of games played by at least 2 of the children is. എത്ര പേരുണ്ട്? ഉമ്മയും ഇക്ബാലും തരുണും ഉണ്ട്. ഗെയിംസ് ഓഫ് ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയും ഉണ്ട്. ഇക്ബാൽ പ്ലേസ് ക്രിക്കറ്റ് ബട്ട് നോട്ട് ഫുട്ബോൾ. ഉമ പ്ലേസ് ഓൾ 3 ഓഫ് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. ഉമ ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയും കളിക്കും. ഇക്ബാൽ ക്രിക്കറ്റേ കളിക്കുള്ളൂ, ഫുട്ബോൾ കളിക്കില്ല. തരുൺ പ്ലേസ് ഹോക്കി ബട്ട് നെയ്തർ ഫുട്ബോൾ നോർ ക്രിക്കറ്റ്. ഹോക്കി കളിക്കും, ഫുട്ബോളും ക്രിക്കറ്റും കളിക്കില്ല. ദ നമ്പർ ഓഫ് ഗെയിംസ് പ്ലേസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദ ചിൽഡ്രൻ. 2 പേര് ഒരുമിച്ച് കളിക്കണം. ദ നമ്പർ ഓഫ് ഗെയിംസ് പ്ലേസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദ ചിൽഡ്രൻ ഈസ്. അപ്പം ഉമയും ഇക്ബാലും കൂടെ വേണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം അല്ലേ. ഇവർ രണ്ടുപേരും കൂടെ ക്രിക്കറ്റ് കളിക്കാം. പിന്നെ ഉമയും തരുണും കൂടെ വേണമെങ്കിൽ ഹോക്കിയും കളിക്കാം. വേറെ ഏതെങ്കിലും ഗെയിം പറ്റുമോ? അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദ ചിൽഡ്രൻ, 2 പേര് കൂടി കളിക്കാവുന്ന എത്ര ഗെയിംസ് ഉണ്ട്? ഉമയും ഇക്ബാലും കൂടെ ക്രിക്കറ്റ് കളിക്കാം, തരുണും ഉമയും കൂടെ ഹോക്കി കളിക്കാം. ക്രിക്കറ്റ്, ഫുട്ബോൾ കളിക്കാൻ ഉമ മാത്രമേ ഉള്ളൂ, അപ്പോൾ പിന്നെ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. ഹോക്കി കളിക്കാൻ ഉമയും തരുണും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി, 2 ഗെയിംസ് ഉള്ളത്, ക്രിക്കറ്റും ഹോക്കി. ദ നമ്പർ ഓഫ് ഗെയിംസ് പ്ലേസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദ ചിൽഡ്രൻ. ഓപ്ഷൻ ബി ആണ് 2. നെക്സ്റ്റ് വൺ. What day of week will it be 61 days from a Friday? ഫ്രൈഡേ കഴിഞ്ഞ് 61 ഡേയ്സ് കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇന്ന് ഫ്രൈഡേ ആണെന്ന് എടുക്കുക. ഇന്ന് ഫ്രൈഡേ. ഇനി ഫ്രൈഡേ വരുന്നത് എന്താ, ഏത് ദിവസമായിരിക്കും? 7 ദിവസം കഴിഞ്ഞിട്ടാണല്ലേ. ഒരു വീക്കിൽ 7 ദിവസമുണ്ട്. അപ്പം 7th ഡേറ്റിലായിരിക്കും വീണ്ടും ഫ്രൈഡേ വരുന്നത്. പിന്നെ 14, പിന്നെ 7ന്റെ മൾട്ടിപ്പിൾ 21, 28, 35, 42, 49, 56, 63. 63ൽ വീണ്ടും ഫ്രൈഡേ വരും. അപ്പം 62ൽ എന്തായിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും. 61ൽ വെനസ്ഡേ ആയിരിക്കും അല്ലേ. അപ്പം ഓപ്ഷൻ ഡി. ഇല്ലെങ്കിൽ 56ൽ നിർത്തിയിട്ട് ഫ്രണ്ടിലേക്ക് നോക്കിയാലും മതി. 56ൽ ഫ്രൈഡേ വന്നു, 57ൽ സാറ്റർഡേ വരും, 58ൽ സൺഡേ വരും, 59ൽ മൺഡേ വരും, 60ൽ ട്യൂസ്ഡേ വരും, 61ൽ എന്ത് വരും? വെനസ്ഡേ വരും. ബാക്കിലേക്ക് നോക്കുവാണ് ഇവിടെ എളുപ്പം, 63 ആയതുകൊണ്ട്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓപ്ഷൻ ഡി വരും.
62 Thursday, 61 Wednesday. Option D.